ഇതൊരു ഡോക്ടറുടെ കഥയാണ്. അപ്പൊ ഈ ഡോക്ടറുടെ കഥ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ പേര് നമുക്കൊരു സൈക്കോളജിക്കൽ ഷിഫ്റ്റ് എന്നിടാം. അപ്പൊ എന്താ ഈ സൈക്കോളജിക്കൽ ഷിഫ്റ്റ്? ഈ സൈക്കോളജിക്കൽ ഷിഫ്റ്റ് സത്യം പറഞ്ഞ ഇദ്ദേഹം ഒറ്റ മോന. ഇപ്പം ഇദ്ദേഹത്തെ ഡോക്ടറാക്കുക എന്നുള്ളത് പേരൻസ് എന്തോ നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷെ പേരൻസ് ആ നാട്ടിലെ ഒരു ജന്മി പോലുള്ള ഒരു അല്ലെങ്കിൽ സമൺ ഒരു വലിയൊരു ലാർജ് ചങ്ക്സ് ഓഫ് ലാൻഡും പണ്ടത്തെ ഭയങ്കര തറവാട്ടുകാരും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സോർട്ട് ഓഫ് എ ഫാമിലി. അപ്പം ഞാന് ദ ഫസ്റ്റ് മീറ്റിംഗ് വെൽ ഐ ഹാഡ് വിത്ത് ദിസ് ഫാമിലി ഐ വെന്റ് ടു ദ ഹോം. അപ്പൊ ഞാൻ അതിന്റെ മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ പോലും ഐ ഷുഡ് ഫീൽ ലൈക്ക് കോളിംഗ് ഇറ്റ് ആസ് എ ഒരു വീടെന്ന് വിളിക്കുന്നതിനേക്കാൾ വി കുഡ് ഹാവ് കോൾഡ് ഹിം ലൈക്ക് എ കൊട്ടാരം. കാരണം ഭയങ്കര പഴയ ട്രഡീഷണൽ വേയില് ഇഷ്ടംപോലെ മുറികളും ഇഷ്ടംപോലെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ബ്യൂട്ടിഫുള്ളി ചെയ്തിരിക്കുന്നു. അതില് ഇപ്പോഴും തോട്ടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വീട്ടിലേക്ക് എത്തിച്ചേരാൻ ഐ വാസ് ഗോയിങ് ഇറ്റ് ഫ്രം തിരുവല്ല. ഞാൻ തിരുവല്ലയിൽ നിന്ന് പോയി ഇവര് പറഞ്ഞ സ്പോട്ടിലെത്തി. അവിടുന്ന് ഫോർ സം അറൗണ്ട് ഒരു 1/2 കിലോമീറ്റർ പ്രോപ്പർ ബസ് റൂട്ട് ഒരിക്കലും അല്ല, പ്രോപ്പർ റോഡോ ഒരു മെയിൻ റോഡോ ഒന്നും അല്ല, അബൌട്ട് ഒരു ഇന്റീരിയേഴ്സിൽ ഒരു 1/2 കിലോമീറ്റർ പോയിട്ടാണ് ഇവരുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തുന്നത്. ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഡെഫിനറ്റ്ലി. കാരണം അവിടുത്തെ ഈ പറഞ്ഞ വലിയ വീടും കൊട്ടാരം പോലുള്ള വീടും കാര്യങ്ങളും എല്ലാമാണ് ഇഷ്ടംപോലെ ഇത്. ആൻഡ് പേരൻസ് ദർ ഓൾസോ എഡ്യൂക്കേറ്റഡ്, കാരണം പ്രൊഫസേഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പം അവര് ഈ സോർട്ട് ഓഫ് ഇങ്ങനെയുള്ള ഒരു വീടുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ദേ വർ ലിവിങ്. ആൻഡ് ദിസ് ഡോക്ടർ വാസ് ഓൾസോ ബീങ് എ പാർട്ട് ഓഫ് ദാറ്റ്. ആള് വെളിയിലൊക്കെ പോയി പഠിച്ചു, ബട്ട് സ്റ്റിൽ ഹി ഈസ് വെരി മച്ച് ഇൻ ടു എന്താ പറയുക ഈ പറഞ്ഞ ഒരു സോർട്ട് ഓഫ് ആളുടെ അറ്റാച്ച്മെന്റ് മൊത്തം ഹി ഗോട്ട് ഇറ്റ് വിത്ത് ദിസ് സോർട്ട് ഓഫ് എ ഹൗസ്. സൈക്കോളജിക്കലി എന്താ ഇവിടെ സംഭവിച്ച ഒരു പ്രശ്നം പറഞ്ഞാൽ ഹി ഗോട്ട് മാരീഡ്. അപ്പം ആളുടെ ഒരു സ്റ്റാറ്റസിന് അനുസരിച്ചിട്ട് എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ബന്ധം പ്ലസ് റിലേഷൻ ഓൾസോ വെൽ ദേ വർ സ്റ്റഡിങ്. ഒരേ ബാച്ചിൽ പഠിച്ച രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിക്കുന്നു. രണ്ടും നല്ല ഫാമിലീസ്, ഒരേ കാസ്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഒരു സിറ്റി ലൈഫിൽ നിന്ന് ഹിസ് വൈഫ് while she purposefully planned of coming to a mansion like this. ഇനിഷ്യലി ഒക്കെ ഭയങ്കര രസമായിരുന്നു, ബട്ട് സ്ലോലി കംപ്ലൈന്റ് സ്റ്റാർട്ടഡ് കമ്മിങ് അപ്പ്. ദ മെയിൻ പ്രോബ്ലം വാസ് ടൈം. കാരണം ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ട്രാവലിങ്ങിന്റെ പ്രശ്നം, ആളുടെ ജോബ് പൊസിഷനിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ, പ്ലസ് ഇതില് ഒരു കുട്ടിയൊക്കെ ആയി ആളുടെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴത്തേക്കുള്ള റീച്ചിങ് പല പൊസിഷൻസിലേക്കുള്ള എന്താ പറയുക ആക്സസ് ബുദ്ധിമുട്ട് വരുന്നു. ഇനിയും അതിനേക്കാൾ കൂടുതൽ രസം വന്നത് ഇത് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട്. കാരണം കുറച്ച് കഴിഞ്ഞപ്പം അപ്പച്ചന് തോന്നി ഇനി മോനെ ഏൽപ്പിച്ചാൽ എന്താന്നൊക്കെ തോന്നിക്കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ഇതിന്റെ മെയിൻ്റനൻസിന്റെ ഒരു പാട്ട് ഭാര്യയ്ക്കൂടെ വന്നു കഴിഞ്ഞപ്പം ആ ഡോക്ടർക്ക് ലേഡി ഡോക്ടർ ഷി വാസ് ഫീലിംഗ് ഭയങ്കരമായിട്ട് ഹാർഡ്ഷിപ്സ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഫൈനലി വാട്ട് ഹാപ്പൻഡ്, നമ്മുടെ ഒരു പരസ്യം കണ്ടിട്ട് അന്ന് ഐ വാസ് വർക്കിംഗ് വിത്ത് എ പർട്ടിക്കുലർ ബിൽഡർ. ഈ ഡോക്ടറുടെ ദിസ് ലേഡി ഡോക്ടറുടെ അച്ഛനാണ് ആദ്യം വിളിക്കുന്നത്. ഇതെന്താണ് എങ്ങനെയാണ്, കാരണം അവർ ഈ ലൊക്കേഷനിലുള്ള ആൾക്കാരല്ല, ദേ ആർ ഫ്രം എ ഡിഫറെന്റ് ലൊക്കേഷൻ. നമ്മുടെ ആദ്യത്തെ കോഴ്സിലൊക്കെ തന്നെ ദേ ജസ്റ്റ് ടോൾഡ് ലൈക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഫൈനലി മൈ ചിൽഡ്രൻ വിൽ കം ഫോർ ദ സൈറ്റ് വിസിറ്റ്സ്. ഓക്കെ, സൈറ്റ് വിസിറ്റ് നടക്കുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഈ എന്താ പറയുക ഡോക്ടർ ലൈക്ക് ഷി വാസ് വെരി ഹാപ്പി സീയിങ് ദ ഫെസിലിറ്റീസ് ആൻഡ് ഓൾ. പക്ഷെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഒരു എന്താ ഇറിറ്റേറ്റഡ് ആയിട്ട് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ, ഇറ്റ്സ് നോട്ട് ലൈക്ക് വിൽ യു ഗെറ്റ് സച്ച് സോർട്ട് ഓഫ് എ ഫെസിലിറ്റി ഔട്ട് ഹിയർ, നിനക്കൊന്ന് ഇറങ്ങി നടക്കാനുള്ള സ്ഥലം കിട്ടുമോ, അങ്ങനെ ആവോ ഇങ്ങനെ ആവോ, ഇതെല്ലാം പറഞ്ഞിട്ട് ഹി കുഡ്ന്റ് അഡ്ജസ്റ്റ് അറ്റ് എനി മൊമെന്റ്. അപ്പം ഇതിങ്ങനെ കണ്ടു. പക്ഷെ നമ്മുടെ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തതായതുകൊണ്ട് ദ സൈറ്റ് വിസിറ്റ് വെന്റ് വെരി ഗുഡ്. ദ സ്പെൻഡ് അറൗണ്ട് ഒരു 2 hours മുകളിൽ പ്രോജക്റ്റിൽ സ്പെൻഡ് ചെയ്തു. ദെൻ സ്ലോലി ഇതിന്റെ ബാക്കിലെ മൊത്തം ചെയ്തത്
ഈ പറഞ്ഞ പോലെ തന്നെ ഇൻലോസ് ആണ്, അതായത് ഈ ലേഡി ഡോക്ടറുടെ പേരൻസ് ആണ്. ഹർ ഫാദർ, വി സ്റ്റാർട്ടഡ് ഡിസ്കസിങ്. എന്തായാലും ഫൈനലി അവരും ഒരു പാർട്ട് ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് ഇവരിതിലൊരു കാരണം വലിയ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു, അതിലൊരു 3 bedroom ദേ ചൂസ്. ആൻഡ് സമോ ഈ കാരണം ജോലിക്ക് പോകാനൊക്കെയുള്ള എളുപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലേഡി ഡോക്ടർ ചില ദിവസങ്ങളിലൊക്കെ എന്തായാലും ഈ ഹസ്ബൻഡിന്റെ കൂടെ ഇവിടെ വരാൻ തുടങ്ങി. അങ്ങനെ ചില വീക്ക് ഡേയ്സിലൊക്കെ വന്ന് താമസിക്കും, വീക്കെൻഡ്സിൽ പോകാമെന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് താമസിക്കും. ഇങ്ങനെ സ്ലോലി ദിസ് ഫാമിലി, ദിസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് ദ കിഡ്, ദേ സ്റ്റാർട്ടഡ് കമ്മിങ് ആൻഡ് സ്റ്റേയിങ് ഇൻ ദ അപ്പാർട്ട്മെന്റ്. ഒരു വർഷം കഴിഞ്ഞപ്പം ദിസ് ഡോക്ടർ ഈസ് മോർ ഇൻട്രസ്റ്റഡ് ടു ബി ഹിയർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്ക് മനസ്സിലായി തുടങ്ങി ഈ പറഞ്ഞ പഴയ അറ്റാച്ച്മെന്റ്സ് ഒന്നും അല്ല. കാരണം ജീവിതത്തിൽ അതിനേക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം ടൈമാണ്, ഫാമിലി ടൈമാണ്. കാരണം ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ ഗുഡ് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ ടൈമിന്റെ ഒരു ഇമ്പോർട്ടൻസ് he just felt. അപ്പൊ ഈ സൈക്കോളജിക്കൽ ഷിഫ്റ്റ് ഇത് അഫക്റ്റ് ചെയ്യാത്ത എത്ര പേര് നമ്മുടെ നാട്ടിൽ കാണും? കാരണം ഇതൊരു it's actually I should say big virus happening in the mind of many people. They feel their traditional side, their big mansions, whatever they were living in the childhood, it's all going to support them. But are you knowing about your real purpose in life? Are you going to get good engagements? നിങ്ങൾ ഒന്ന് ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ സ്ലോലി യു വിൽ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടീസ് യു ആർ ഗോയിങ് ടു ഫേസ്. അപ്പം ഓരോരുത്തരും ഇങ്ങനെ മനസ്സിലാക്കി താമസിക്കാൻ തുടങ്ങുന്ന സമയത്ത്, ആൻഡ് അനദർ തിങ് പർട്ടിക്കുലർലി ഇൻ ദിസ് ഡേയ്സ് റെസിഡൻഷ്യൽ ഹബ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് കൂടുതൽ പേരും സജസ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദിസ് ടൈം കൺസപ്ഷൻ. അപ്പൊ അങ്ങനെയുള്ളതിലേക്ക് ഇന്നേ മാറി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് എ ക്വസ്റ്റ്യൻ വാട്ട് യു ആർ ഗോയിങ് ടു ഫേസ് ഇൻ എ ലൈഫ്.